മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് ഒരു ഗോതമ്പട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന, ഒന്നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അല്ലെങ്കിൽ 4 മണിക്ക് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള 1 കപ്പ് ഗോതമ്പ് മാവ്, അത് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് നമ്മുടെ ആവശ്യത്തിന് മധുരം ഇടേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ നമുക്ക് മധുരം ഇടാം. മധുരം നന്നായിട്ട് വേണമെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ഒരു മീഡിയം മധുരത്തിന്. നല്ല പോലെ മധുരം വേണമെങ്കിൽ മാത്രമേ 3 സ്പൂൺ ഇടാവുള്ളൂ കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യണം. ചിലർ ഈ അടയുടെ കൂടെ കറിയൊക്കെ കൂട്ടും. അങ്ങനെ കറി കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ ഇത്രയും മധുരത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. അല്ല, കറി ഇല്ലാതെ വെറുതെ അട ഇങ്ങനെ കഴിക്കും. അപ്പോഴാണ് നമുക്ക് മധുരം ഇച്ചിരി കൂടുതൽ ഇടേണ്ടത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി കുറച്ച് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് അറിയാട്ടോ. കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പ് ഒരിക്കലും കൂടി പോകരുത്. പിന്നെ 1 കപ്പ്, ചെറിയൊരു കപ്പാണ്, അതിന് 1 കപ്പ് തേങ്ങ ഇടണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണേ. ചപ്പാത്തി മാവ് പോലൊന്നും ആയിപ്പോകരുത്. ഇത് കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ചെയ്യാൻ. പെട്ടെന്ന് നമ്മളങ്ങ് 1 കപ്പ് വെള്ളമൊക്കെ എടുത്തൊഴിച്ചാൽ ചിലപ്പോൾ അതങ്ങ് വല്ലാതെ ലൂസായി പോകും. അപ്പോൾ കുറേശ്ശെ വെള്ളം അത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയാം. ഇനി കുറച്ചുകൂടെ വെള്ളം മതി. എപ്പോഴും ഈ കുട്ടികൾക്ക് എപ്പോഴും ഈ ബേക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ ഹെൽത്തിന് വളരെ നല്ലതായിരിക്കുമേ. ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ലൂസായിട്ടുണ്ട്. ഒരുപാടങ്ങ് തിക്കുമല്ല, ഒരുപാടങ്ങ് ലൂസും അല്ലേ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം അടയുടെ മാവ് കുഴയ്ക്കാൻ. ഇനി നമുക്ക് ഇതൊരു ദോശയുടെ തവയ്ക്കകത്തോട്ട് വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ അടയൊന്ന് ഇതിലേക്ക് പരത്തി കൊടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് വെച്ചേക്കണേ. എന്നിട്ട് ആ വെള്ളം കൈ ഇങ്ങനെ ഒന്ന് നനയ്ക്കണം. നനച്ചിട്ട് വേണം നമ്മൾ ഈ അട പരത്തി കൊടുക്കാൻ. അല്ലെങ്കിലുണ്ടല്ലോ ഈ മാവെല്ലാം കൂടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. 1 കപ്പ് മാവ് കൊണ്ട് 2 അട ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര കട്ടിയാവും. ഒന്നിച്ച് അങ്ങ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഭയങ്കര കട്ടിയായി പോവും. അത് 2ആയിട്ടാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കണേ കയ്യിൽ. അന്നേരം കയ്യിൽ നമ്മുടെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇത് കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇതൊരു ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ചെറുതായിട്ട് കുക്ക് ചെയ്ത് വരട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒരു സൈഡ് വേവണേ. എന്നിട്ട് വേണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഒരു സ്വല്പം നെയ്യ് ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് കൊടുത്തേക്കണേ. നെയ്യോ ബട്ടറോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ, നെയ്യും ബട്ടറോ ആയിരിക്കും ടേസ്റ്റ് കേട്ടോ എണ്ണയെക്കാട്ടിൽ. ഇങ്ങനെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളല്ലേ നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയും അതൊക്കെ ഒന്ന് ശീലിപ്പിക്കണം. അതൊക്കെയാണ് നല്ലത്. ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇത് കുക്കിംഗ് ടൈം ഇച്ചിരി ഒന്ന് ഇതാകുന്നത്. ലോ ഫ്ലെയിമിൽ ഇടുമ്പോഴാണ് ചെറുതായിട്ട് കുക്ക് ചെയ്ത് ഇങ്ങനെ അത് നീറ്റായിട്ട് കുറച്ച് ഒന്ന് മുരിഞ്ഞൊക്കെ വരുവേ. നമുക്ക് അപ്പുറത്തെ സൈഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. ആ നെയ്ക്കകത്ത് കിടന്ന് മുരിഞ്ഞൊക്കെ വരുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇപ്പോൾ ചില കുട്ടികളുണ്ടല്ലോ വെജിറ്റബിൾ ഒന്നും കഴിക്കത്തില്ലേ. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ മിക്സിനകത്ത് ഒന്ന് ഈ മാവിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ അടയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി.
അന്നേരം കുറച്ച് വെജിറ്റബിൾ അവരുടെ ശരീരത്തിൽ ചെല്ലുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ട്രിക്കൊക്കെ നമ്മൾ അമ്മമാർ ചെയ്യണം. അല്ലെ ചില പിള്ളേർക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ വെജിറ്റബിൾ കഴിക്കാനേ. ഈ സൈഡിൽ കൂടെ ഒരു സ്വല്പം നെയ്യ്, ഒരുപാട് നെയ്യ് വേണ്ട, ഒന്ന് ഒരു മയം കിട്ടുമ്പോൾ അതൊരു കുറച്ചൊന്ന് സോഫ്റ്റായിട്ടും വരും. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തടവി കൊടുത്താൽ മതി. ഓരോ സൈഡും 2 മിനിറ്റ് വീതം വേഗണേ. ഈ സെയിം രീതിയിൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ പൊടി കൊണ്ട് അട ഉണ്ടാക്കാം. ഇതുപോലെ 4 മണിക്കൊക്കെ കഴിക്കാനും ഒക്കെ ഉണ്ടോ. ചെറിയൊരു ബ്രൗൺ കളറായത് ആ നെയ്ക്കകത്ത് അവിടെ ഇങ്ങനെ കിടന്ന് മുരിയുവേ. അപ്പം നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. ചിലരിത് കറി കൂട്ടി കഴിക്കും, ബീഫ് ഐറ്റോ അല്ലെ ചിക്കൻ കറി അങ്ങനെയുള്ളതിനൊക്കെ കൂട്ടത്തിൽ കഴിക്കും. പിന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിലും അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കറി കൂട്ടുവാണെങ്കിൽ അധികം മധുരം ഇടണ്ട കേട്ടോ. വെറുതെ കഴിക്കാനാണ് നമ്മൾ ആ അളവിൽ മധുരം ഇടേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് കേട്ടോ. ചിലർക്കുണ്ടല്ലോ മധുരത്തോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ മധുരമാകാം. അപ്പം നമ്മുടെ ഗോതമ്പട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരടയുടെയും കൂടെ മാവിരിപ്പുണ്ട്, അതും കൂടെ ഇതങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ചിലർക്ക് നല്ല പോലെ മുരിയണേ, ചിലർക്ക് അത്രയും അങ്ങോട്ട് മുരിയുണ്ട്. അപ്പം ഇച്ചിരി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് കുക്കായിട്ടുണ്ട്, നമുക്കിത് എടുത്തേക്കാം. ഇതുപോലൊരു പാത്രത്തിലേക്ക് എടുത്താൽ മതി. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം. ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരു ചായയോ ഒരു കോഫിയോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും കഴിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.